സാമ്പത്തിക രംഗത്ത് ബൈത്തുൽ മാലിൽ പൊതുഖജനാവിൽ സമ്പത്ത് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അള്ളാഹു കനിഞ്ഞേകിയ സ്വത്തുണ്ട്, ഖുംസുൽ ഖുംസ്, 5-1. അതും ധാരാളമായി കിട്ടിത്തുടങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞൊരാൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അന്വേഷിക്കും അദ്ദേഹത്തിന് കടമുണ്ടോ, ഉണ്ട്. സ്വത്തുണ്ടോ, സ്വത്തും ഉണ്ട്. എന്നാൽ ആ സ്വത്ത് കുടുംബക്കാരെടുത്തോട്ടെ, കടം ഞാൻ വീട്ടിക്കൊള്ളാം. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഓരോ വിശ്വാസിയോടും സ്വന്തത്തെക്കാൾ കടപ്പെട്ടവനാണ് ഞാൻ. കടമുണ്ടെങ്കിൽ അതെനിക്ക് വിട്ടേക്കണം, ഞാനത് വീട്ടും. അന്ന് തന്നെ പിറ്റേന്നേക്ക് ബാക്കി വെക്കൂല. സമ്പത്തുണ്ടോ, അത് കുടുംബങ്ങൾ എടുക്കട്ടെ. ഈ ഒരു കാഴ്ചപ്പാട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് സാമ്പത്തിക രംഗത്ത് പുരോഗതി പ്രാപിച്ചപ്പോൾ ആ രൂപത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചു. പിന്നെ ഏത് ജനാസയുടെയും കടം തങ്ങളാണ് ഏറ്റെടുക്കുന്നത്, ആണാകട്ടെ പെണ്ണാകട്ടെ. അതൊരു വിശാലമായ കാഴ്ചപ്പാടാ നമുക്ക് നൽകുന്നത്. നമ്മുടെ ബന്ധുവൊന്നുമല്ല, പക്ഷേ ബന്ധങ്ങളായി പറയാം.